അപ്പോൾ തന്നെ നമ്മുടെ ട്രംപ് അച്ഛൻ അവിടുന്ന് വേറൊരു ബോംബ് ഇട്ടു, ഇന്ത്യക്കിട്ട്. വാക്കുകൊണ്ടുള്ള ബോംബാണ് കേട്ടോ. ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് കുറച്ച് കാലത്തേക്ക്, അതായത് ഒരു മാസത്തേക്ക് ഓയിൽ വേണം വാങ്ങിച്ചോളൂ, ഞങ്ങളതിനുള്ള പെർമിഷൻ തന്നിരിക്കുകയാണെന്ന്. അത് ശരിക്കും ഈ മോഡിയുടെ മോന്ത കയറുന്ന മാന്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരാഴ്ച കൂടുതലായി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ടി വിയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടുക, ആ പറന്നു വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് പൊട്ടിക്കുക, ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, എടാ പണ്ട് ഇറാഖ് കുവൈറ്റിനെ പിടിച്ചപ്പോൾ അമേരിക്ക അവിടെ വന്നിട്ട് പെട്രിയോട്ട് മിസൈലുമായിട്ട് വന്നു. അപ്പോൾ ഇറാഖിൻ്റെ സ്കഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് 18-20 വയസ്സൊക്കെയാണ്. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ചൊക്കെ പത്രം വായിച്ചുള്ള അറിവ് ഇപ്പോൾ എനിക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഒരു സൈഡിൽ നിന്ന് ഒരു വാണം വരുന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു വാണം വന്നിട്ട് അതിനിട്ടിടിക്കുന്നു, അത് ആകാശത്ത് വെച്ച് പൊട്ടിച്ചെതറുന്നു, ചിലതൊന്നും കൊള്ളുന്നില്ല. ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഈ ദുബായി വന്ന് താമസിച്ചുകൊണ്ട് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? ശ്രീ നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് എന്താണ്? എന്താണ് ഇവരൊന്നും മിണ്ടാത്തത്? എന്താണ് പ്രതികരിക്കാത്തത്? എന്താണ് ഒരു സൈഡും ചേർന്ന് ഒന്നും പറയാത്തത്? പിന്നെ ഖമീനയി മരിച്ചു കഴിഞ്ഞപ്പോൾ, ആയത്തുള്ള ഖമീനയി മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അപലപനം നടത്തിയില്ല, അല്ലെങ്കിൽ ഒരു അനുശോചനം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ അനുശോചന ബുക്കിലൊക്കെ എന്തൊക്കെ എഴുതി ഒപ്പിടുകയൊക്കെ ചെയ്തു. സന്തോഷം. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും വി കണ്ടം ഇറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ അപലപിക്കുന്ന എന്നൊരു വാക്ക് വന്നിട്ടില്ല. അതിനർത്ഥം ഇന്ത്യ സൈലന്റ് ആണ്. ഇന്ത്യ പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രതിപക്ഷവും മറ്റു പാർട്ടിക്കാരും ലോക്കൽ പാർട്ടിക്കാരും എല്ലാവരും കൂടെ കിടന്ന് ഇവിടെ ബഹളമാണ്. മോഡിക്ക് ധൈര്യമില്ല, അല്ല ഇന്ത്യ അമേരിക്കയുടെ അടിമയാണ്, അമേരിക്കയെ പഠിച്ച് മിണ്ടാതിരിക്കുകയാണ്, ഇതൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്. അങ്ങനത്തെ പാണ്ഡ്ര ഇന്ത്യയിൽ നിന്ന് അധികം അകലെയല്ലാതെ, കന്യാകുമാരിയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ 1400 കിലോമീറ്ററിനകത്ത് ഇറാന്റെ ഒരു കപ്പലിനെ ടോർപിഡോ വെച്ച് പൊട്ടിച്ചു. സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു കപ്പലിനെ തകർത്തു. 19 പേര് മരിച്ചു. ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും സൈ കെട്ടു. നമ്മുടെ കാലിനടിയിലെ മണ്ണുകൾ ഒലിച്ചു പോവുകയാണല്ലോ, നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ ഈ വലിയൊരു ആക്രമണം ഉണ്ടായത്, ഇത് ഇന്ത്യ അറിഞ്ഞില്ലേ, എന്താ കാര്യം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ചാനലുകളെല്ലാം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ, അതായത് മോഡി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ന്യൂസുകളെല്ലാം ഇട്ട് വരുന്നത്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇതാ ശശി തരൂരിന്റെ അഭിപ്രായം കൂടെ ഇവിടെ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. കോൺഗ്രസ്സുകാരനായ ശശി തരൂർ, കോൺഗ്രസ് MP ആയ ശശി തരൂർ, അദ്ദേഹമാണ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് മോഡി ഗവൺമെന്റ് തീരുമാനം തെറ്റല്ല എന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഈ പ്രസ്താവന തലയിൽ വെച്ചുകൊണ്ട് പ്രദർശനം നടക്കുകയാണ് ഇവിടുത്തെ താമരക്കുഞ്ഞുങ്ങൾ. ഞാൻ ഈ 3-4 കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ കാര്യം, എന്തുകൊണ്ടാണ് അപലപിക്കാത്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് പറയാനായിട്ട് സർക്കാരിനെ. പണ്ട് അതായത് സദ്ദാം ഹുസൈനെ കൊന്നപ്പോൾ, അല്ലെ കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ കൊന്നപ്പോൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യ അപലപിച്ചോ ഇല്ലയോ, അപലപിച്ചിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും അത് അവർ വലിയ പാർട്ടിക്കാർ, വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എനിക്ക് വളരെ ഫണ്ണിയായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജി ഇസ്രയേലിൽ പോയി. അവിടെ പോയി 2 ദിവസം താമസിച്ചു. അവിടുത്തെ പുട്ടും പഴമൊക്കെ കഴിച്ചു. അതുകൂടാതെ സൗദി അറേബ്യയിലെ പ്രിൻസുമായിട്ട് വലിയ മീറ്റിംഗ് ഒക്കെ നടത്തി, സംസാരമൊക്കെ നടത്തി, പരസ്പര സഹകരണവും കെട്ടിപ്പിടുത്തമൊക്കെ നടന്നു. ഈ ഇസ്രായേലിൽ പോയിട്ട് മോഡിജി തിരിച്ചു വന്ന് ഉടുപ്പ് വരുന്നതിന് മുമ്പേ ഇറാന്റെ മുകളിൽ ബോംബിട്ടു. മിസൈൽ വന്ന് വീണ് കഴിഞ്ഞു. ശരിക്കും മോഡിയോ ജയശങ്കറോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയെന്ന്. അത് ശരിക്കും ഒരു പച്ചക്കലൊരു പറ്റിയതല്ലായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോഡിജി, നിങ്ങൾ വലിയ ആളൊക്കെ ആയിരിക്കാം, എന്നാലും നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്നാൽ മതി. ഞങ്ങൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന്, അത് മാത്രമേ പറയുള്ളൂ എന്നല്ലായിരുന്നോ നെതന്യാഹുവിന്റെ സ്റ്റാൻഡ്? അതെ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ട്രംപണൻ എന്ത് ചെയ്തു? ആ 50% ടാരിഫ് എന്നൊക്കെ പറയുന്നത് കുറച്ച് 18% ഒക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് വേറൊരു പണിയും കൂടെ കൊടുത്തു. അയൽവക്കത്തെ ബംഗ്ലാദേശിനും മറ്റുള്ള രാജ്യങ്ങൾക്കും ഒക്കെ വീണ്ടും ടാക്സ് കുറച്ച് കൊടുത്തു. അതെന്തോ ആവട്ടെ. എന്നിട്ട് ശരിക്കൊരു പ്ലാസ്റ്റിക് ചുറ്റികയൊക്കെ എടുത്തിട്ട്, അല്ല റബ്ബർ ഹാമർ എടുത്തിട്ട് മോഡിജിയുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു. അദ്ദേഹം അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലും ഒഫീഷ്യലായിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇന്ത്യക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് ഓയിൽ മേടിക്കാം, ഇന്ത്യ ഓയിൽ കൂടുതൽ മേടിക്കാൻ പാടില്ല എന്നൊക്കെ കുറെ പ്രസ്താവനകളൊക്കെ നടത്തി. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ സർക്കാർ അതിനെ നിഷേധിച്ചു. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടില്ല, ഒന്നും പേപ്പറിലില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഒതുങ്ങിയിരുന്നപ്പോഴാണ് ഈ യുദ്ധം വന്നിരിക്കുന്നത്. യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ ഓയിൽ തീർന്നു. അപ്പോൾ തന്നെ നമ്മുടെ ട്രംപ് അച്ഛൻ അവിടുന്ന് വേറൊരു ബോംബ് ഇട്ടു, ഇന്ത്യക്കിട്ട്. വാക്കുകൊണ്ടുള്ള ബോംബാണ് കേട്ടോ. ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് കുറച്ച് കാലത്തേക്ക്, അതായത് ഒരു മാസത്തേക്ക് ഓയിൽ വേണം വാങ്ങിച്ചോളൂ, ഞങ്ങളതിനുള്ള പെർമിഷൻ തന്നിരിക്കുകയാണെന്ന്. അത് ശരിക്കും ഈ മോഡിയുടെ മോന്ത കയറുന്ന മാന്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത്. ഒന്നും മിണ്ടാതെ ഞങ്ങളൊരു പ്രശ്നത്തിനും ഇല്ല എന്ന് പറഞ്ഞിരുന്ന മോഡിക്കിട്ട് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു മാന്ത് കൊടുത്തു, ഇന്ത്യക്ക് ഞങ്ങൾ പെർമിഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് എല്ലാവർക്കും കത്തിയത്,
ഞങ്ങൾക്കാരുടെ പെർമിഷൻ തരാൻ, ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളിപ്പോഴും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പേപ്പറിലില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇതൊരു പെർമിഷൻ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ ഈ പറഞ്ഞതും ശ്രീ ശശി തരൂർ പറഞ്ഞതും തമ്മിലൊരു ബന്ധമുണ്ട്. തരൂർജി പറഞ്ഞ എന്താണെന്നോ, ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനം ശരിയാണ്, ഇതൊരു സ്ട്രാറ്റജിക് സൈലൻസ് ആണ്. ഈ തരൂർ പറഞ്ഞത് ഗവൺമെന്റ് ഇപ്പം എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ അതൊരു ശരിയായ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗവൺമെന്റ് ഒരു ഭാഗമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അതായത് കോൺഗ്രസ് ഭരിക്കുമായിരുന്നെങ്കിൽ എൻ്റെ ഇതേ അഭിപ്രായം ഞാൻ പറഞ്ഞേനെ, ഈ സൈലൻസ് ആണ് നല്ലതെന്ന്. ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് BJP-ക്കാർ. അവർ പറയുന്നത് കോൺഗ്രസ്സുകാർക്കാർക്കും വിവരമില്ല, ആ കൂട്ടത്തിൽ വിവരമുള്ള ഒരേ ഒരാൾ ശശി തരൂർ മാത്രമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല, അദ്ദേഹം പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. There are 193 countries which could say it. How many of them have stood up and said it, and why don't they do so? Because they have made a calculation, which is the prerogative of a sovereign government, that they have bigger fish to fry, they have bigger interests at stake in these relationships, and that if the price of articulating such a principled condemnation of the American action is that they will antagonize an America they feel they can't afford to antagonize on other issues, that we have made. Now, you could ask yourself, why not condemn it? The question is, we condemn it, what good does it do to Iran? Are we going to send them weapons? We're not. Are we going to support them in the conflict? We're not. So the condemnation is cheap, it's words. But in the process, do we lose leverage over the West? Do we lose leverage over the US? Look at other countries in an analogous situation and the silences they've kept. I mean, you have to understand, Rajdeep, academics, journalists, and outsiders can always take a stand of principle. I've articulated the principles for you. But as a government, what does the Indian government need to do to ensure that there are no consequences from the stand it takes for the people of India and the interests of India? If I were in government or advising government, those are the questions that would be uppermost in my mind too. Right. So I find it difficult to sit here outside the government and say, I want the government to say all these things, because the government then has to live with the consequences. And if the consequences are we get 50% sanctions again on India, then my job as opposition would be to say, look at this hopeless government, they've given us 50% sanctions once more. So you have to understand, governments make choices all the time. And we... അദ്ദേഹം ചോദിക്കുന്നു, ഈ ലോകത്ത് 193 രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ മിക്കവാറുള്ള രാജ്യങ്ങൾ ആരും തന്നെ കമൻ്റൊന്നും പറഞ്ഞില്ലല്ലോ, ആ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെയൊക്കെ പെടുത്തിയാൽ പോരെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് നമ്മുടേതായ പല പ്രശ്നങ്ങളുണ്ട്, അമേരിക്കയായിട്ട് ഇപ്പോൾ ഒരു നല്ല റിലേഷനുണ്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിയാടി ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകാൻ സാധ്യതയില്ലേ? കുറച്ചു കാലം മുമ്പ് 50% ടാരിഫ് നമുക്കിട്ട് തന്നതല്ലേ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക? ഇനി ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞ് വെറുതെ ആ ബന്ധം എന്തിനാ വഷളാക്കുന്നത്? അവരിപ്പോൾ ടാക്സ് ഒക്കെ കുറച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു വാശി കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പച്ച മലയാളത്തിലെ പഴഞ്ചൊല്ല് പറഞ്ഞാൽ, ഒരരിശം വന്ന് കിണറ്റി ചാടി കഴിഞ്ഞാൽ പിന്നെ 7 അരിശം വന്നാലും കയറി പോരാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ശ്രീ മോഡിജിയും BJP ഗവൺമെൻറ്റും ഒന്നും മിണ്ടാത്തത്. ഇപ്പോൾ ആ ടാരിഫ് പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കി ബിസിനസ്സൊക്കെ ഒന്ന് ലെവലാക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ കയറിയിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഇത് പാരയായി കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ നേരെ ചാടത്തില്ലേ? 50% വീണ്ടും ടാക്സ് ആക്കിയില്ലേ, നിങ്ങളുടെ എടുത്തുകാട്ടം കൊണ്ടല്ലേ എന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ചില നയതന്ത്രപരമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്ക് നമ്മുടേതായ ദൗർബല്യങ്ങളുണ്ട്, പരാധീനതകളുണ്ട്. നമുക്ക് ഈ അമേരിക്ക എന്ന് പറയുന്ന വല്യമ്മാവനുമായിട്ട് കളിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. അവരുമായിട്ടൊരു പ്രശ്നത്തിന് പോകാതിരിക്കുക. അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. നമ്മളേതായാലും ആർക്കും ആയുധമൊന്നും കൊടുക്കാനും പോകുന്നില്ല, നമ്മളാരെയും യുദ്ധത്തിൽ സഹായിക്കാനും പോകുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുമാത്രമല്ല, യുദ്ധം ചെയ്തുള്ള പരിചയവും നമുക്കില്ല. പിന്നെ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നമ്മളിവിടെ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവിടെ ഇരുന്നാൽ പോരെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ BJP ചെയ്യുന്നതെല്ലാം ശരിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നത്തിനൊന്നും പോകണ്ട, അടങ്ങി ഒതുങ്ങി ജീവിക്കുക. ഈ സ്ട്രാറ്റജിക് സൈലൻസ് നമ്മുടെ പരാധീനതകൾ കൊണ്ടാണ്. അത് നമ്മുടെ ഗവൺമെൻറ് നന്നായിട്ട് അറിയാം. നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷത്തിനും അറിയാം. പക്ഷേ ആരും ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ, അതായത് ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനായിട്ട്. എന്താണ്? മോഡിജി അല്ലെങ്കിൽ BJP വക്താക്കൾ ആരെങ്കിലും പറയണം, നമുക്ക് അമേരിക്കയായിട്ട് ഇടിച്ചിരിക്കാനുള്ള കഴിവില്ല, നമ്മളതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇരിക്കുക, ആർക്കൊരു ഉപദ്രവം ചെയ്യാൻ പോകണ്ട, ഒരു ഉപകാരവും ചെയ്യാൻ പോകണ്ട എന്നങ്ങ് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷത്തിന് സമാധാനമാവും, അവരും സഹകരിക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മോഡിജിക്കോ BJP വക്താക്കൾക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവർ വളരെ വളരെ പൊങ്ങച്ചും പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്ത്? വിശ്വഗുരു. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് എല്ലാവരും മോഡിയുടെ ഉപദേശം ചോദിക്കും. മോഡി വലിയൊരു ഇൻ്റലക്ച്വലാണ്,
ഇങ്ങനെയെല്ലാം പറഞ്ഞ് പൊക്കി വെച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് വീഡിയോകളും ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സ്ലോ മോഷനിൽ കൂടെ മോഡിയെ നടത്തി അതങ്ങ് തകർത്ത് വാരിയിരിക്കുകയാണ്. മോഡി വിശ്വഗുരുവാണ്. മോഡി പുട്ടിൻ്റെ കൂടെയും സീപ്പിങ്ങിൻ്റെ കൂട്ടത്തിലും ട്രംപിൻ്റെ കൂട്ടത്തിലൊക്കെ ഇരുന്ന ഭക്ഷണം കഴിക്കത്തുള്ളൂ. അവരൊക്കെ വലിയ വലിയ ലോകത്തിലെ വൻ ശക്തികളാണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ തകർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് ഇവർക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.